Hello, my dear Star Soul, Atma Namaste. Welcome to Samaradhya Cosmic Insights. നിങ്ങളുടെ അടുത്ത 21 ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു PK പൈൽ റീഡിംഗ് ആണ്, ഒരു ജനറൽ റീഡിംഗ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്വസ്ഥമായിട്ടിരിക്കാം. സ്വസ്ഥമായിട്ടിരുന്നതിന് ശേഷം നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തുവിടാം. അടുത്ത 21 ദിവസങ്ങൾ എന്ത് എനർജിയിലായിരിക്കും നമ്മൾ എന്നറിയാനായിട്ടാണ് 2 പൈൽ തന്നിട്ടുണ്ട്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2. പ്രാർത്ഥനയോടുകൂടി ഒരു പൈൽ നമ്പർ സെലക്ട് ചെയ്യാം, പൈൽ 1 അല്ലെങ്കിൽ പൈൽ 2. യൂണിവേഴ്സിനോട് ഗൈഡൻസ് ചോദിക്കാം ഏത് പൈലാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ മനസ്സിൽ വരുന്ന പൈൽ നമ്പർ സെലക്ട് ചെയ്യാം. നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ഗൈഡൻസ് തന്നതിന് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തുവിടാം. പതുക്കെ കണ്ണുകൾ തുറക്കാം. അപ്പോൾ ഇതിൽ കാർഡ് എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ 9 കാർഡുകൾ എടുക്കും. 9 കാർഡുകളിൽ ആദ്യത്തേത് അടുത്ത 21 ദിവസങ്ങളിലെ നിങ്ങളുടെ എനർജി, മെയിൻ എനർജി എന്തായിരിക്കും, ഇതിനെ ബേസ് ചെയ്തായിരിക്കും അടുത്ത 21 ദിവസങ്ങളിൽ നിങ്ങളുടെ എനർജി വർക്ക് ചെയ്യുന്നതെന്നാണ് ആദ്യത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ പ്രസൻറ്റ് എനർജി, കറണ്ട് എനർജി നോക്കും. മൂന്നാമത്തേത് ഹിഡൻ ഫാക്ടർ, നിങ്ങൾ അറിയാതെ പോയ ആ കാര്യം എന്താണ്, ഹിഡനായിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യം എന്താണെന്നുള്ളതാണ് തേർഡ് കാർഡ്. നാലാമത്തെ കാർഡ് ആദ്യത്തെ ആഴ്ച, അല്ലെ ആദ്യത്തെ ആഴ്ചയിൽ എനർജി എന്തായിരിക്കും. അഞ്ചാമത്തെ കാർഡ് രണ്ടാമത്തെ ആഴ്ച. ആറാമത്തെ കാർഡ് മൂന്നാമത്തെ ആഴ്ചയിലെ എനർജി. അടുത്ത കാർഡ് നിങ്ങൾക്കുള്ള മെയിൻ ബ്ലോക്ക് എന്തായിരിക്കും എന്നുള്ളതാണ്. മെയിൻ ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഈ 21 ദിവസത്തെ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഏഴാമത്തെ കാർഡ്. എട്ടാമത്തെ കാർഡാണ് അഡ്വൈസ്, എന്താണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് തരുന്ന ഉപദേശം എന്താണെന്നുള്ളതാണ് എട്ടാമത്തെ കാർഡ്. ഒൻപതാമത്തെ കാർഡാണ് എൻഡ് റിസൾട്ട്, ഈ ഒരു 21 ദിവസത്തിലെ ഒരു ഫലം ആകെ എന്തായിരിക്കും എന്നുള്ളതാണ് 9ാമത്തെ കാർഡ്. അങ്ങനെയാണ് നമ്മൾ ഈ അടുത്ത 21 ദിവസങ്ങളിലേക്കുള്ള എനർജി നോക്കാൻ പോകുന്നത്. അപ്പോൾ പൈൽ 1 സെലക്ട് ചെയ്തവർക്ക് ആദ്യം കേൾക്കാം. ഓക്കെ, ആദ്യത്തെ കാർഡ് എടുക്കാം. 21 ദിവസത്തെ പ്രധാനപ്പെട്ട എനർജി എന്താണെന്നാണ് നോക്കുന്നത്. ഓവറോൾ ആയിട്ടുള്ള എനർജി നോക്കിയപ്പോൾ 5 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ 21 ദിവസം നിങ്ങളെ നയിക്കുന്നത് ഈ കാർഡായിരിക്കും. അതായത് 5 ഓഫ് സോർട്സ് ആണ്. അതായത് ചെറിയ ഈഗോ ക്ലാഷസ് ഉണ്ടാകാം, വാക്ക് തർക്കങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകാം, തെറ്റിദ്ധാരണകൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഞാൻ ശരിയാണെന്നുള്ളൊരു നിലപാട് നിങ്ങളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്, നിങ്ങൾ തോറ്റുപോയിട്ടില്ല. ചെറിയ ജയങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോഴും ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തി കിട്ടത്തില്ല. കാരണം കോൺഫ്ലിക്റ്റിന് ശേഷം ഉണ്ടാകുന്ന ഒരു വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ശാന്തി തരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തി ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഇത് പുറമേക്കുള്ള ഫൈറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കുണ്ടാകുന്ന മെൻ്റൽ കോൺഫ്ലിക്റ്റും ആകാം. ഇത് പുറത്തുള്ള ആൾക്കാരോടുള്ള വാക്ക് തർക്കം ആകണമെന്ന് നിർബന്ധമില്ല. നിങ്ങളോട് തന്നെയുള്ള മെൻ്റൽ കോൺഫ്ലിക്റ്റ്, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന മെൻ്റൽ കോൺഫ്ലിക്റ്റും ആകാം. അപ്പോൾ അതാണ് 21 ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു എനർജി ആയിട്ട് നമ്മൾ കാർഡ് എടുത്തപ്പോൾ കിട്ടിയത്. അടുത്തത് നോക്കാം. അതായത് ജയിക്കാൻ വേണ്ടി നിങ്ങൾ പോരാടും, പക്ഷേ നിങ്ങൾക്ക് സമാധാനം കുറച്ച് നഷ്ടപ്പെട്ടേക്കാം, ചുരുക്കത്തിൽ പറഞ്ഞാൽ. അതാണ് അടുത്തത് പ്രസൻറ്റ് എനർജി നോക്കാം. ഇപ്പോൾ നിങ്ങൾ എന്ത് എനർജിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. സിക്സ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്, പ്രസൻറ്റ് എനർജി. അതായത് നിങ്ങൾ കുറച്ച് മാനസികമായിട്ടുള്ള ക്ഷീണമുണ്ട്, നിങ്ങൾ മെൻ്റലി എക്സോസ്റ്റഡ് ആണ്. നിങ്ങൾ ഒരു പ്രശ്നത്തിന് ശേഷം നിങ്ങൾ പുറത്തു വരാനായിട്ടുള്ള ശ്രമങ്ങളാണ്. നിങ്ങളൊരു ടെൻഷന് ശേഷം ഒന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഫേസാണ്, ഒരു പെയിൻഫുൾ ഫേസാണ്. അത് വിട്ട് പുറത്തു വരാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ ഫൈറ്റിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഫൈറ്റിൽ നിന്ന് പുറത്തു വരണം എന്ന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഒരു പെയിൻഫുൾ ഫേസാണ്, അത് വിട്ട് പുറത്ത് വരണം എന്നാണ് ആഗ്രഹം. നോക്കാം, നിങ്ങൾ അറിയാതെ പോയ ഫാക്ടർ എന്താണെന്ന് നോക്കാം. ഒരു ഹിഡൻ ഫാക്ടർ ഉണ്ട്, അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഓഫ് വാൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു വലിയ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാനുണ്ട്. അതായത് ഒരു 2 ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതിലൊന്ന് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ്, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിലും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഒരു ഡിസിഷൻ പെൻഡിങ് ആണ്. ആ ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടി വരും. ഒരു ഡിറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഒരു ഹിഡൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിലെ എനർജി നോക്കാം. വീക്ക് 1. ഓക്കെ, വീക്ക് 1 നോക്കുമ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 7 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫോക്കസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആയിരിക്കും, കരിയർ, പൈസ, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഫോക്കസ്. നിങ്ങൾ പ്രാക്ടിക്കൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കും. ഒരു മെച്യൂർഡ് ഫിഗർ, അതായത് ചിലപ്പോൾ ഒരു ഫാദർ ഫിഗർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബോസ് ഫിഗർ ആയിരിക്കും. അങ്ങനെ ആരെങ്കിലും ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് ഗൈഡൻസിന് കിട്ടാം, നിങ്ങൾക്കൊരു ഹെൽപ്പിന്, അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ചെയ്ത് തുടങ്ങുമെന്ന് അർത്ഥം. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിലെ എനർജി അതാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യും, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയിൽ ഫോക്കസ് ഉണ്ട്, പൈസ അല്ലെങ്കിൽ കരിയർ മാറ്റേഴ്സിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യും, കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ആഴ്ചയിലെ എനർജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ചാടിപ്പോയി, അത് തന്നെ നമുക്ക് എടുക്കാം. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ആഴ്ചയിലെ എനർജി നോക്കുമ്പോൾ 5 ഓഫ് കപ്സ് ആണ്. അതായത് ഒരു ഇമോഷണൽ ഒരു ഡിപ്പ് വരാം. അതായത് നമുക്ക് പഴയ കാര്യങ്ങൾ ഓർത്ത് വീണ്ടും വിഷമം, നഷ്ടബോധം ഒക്കെ തോന്നാം. ഒരു ഇമോഷണലി ഒറ്റപ്പെടുന്ന ഒരു സമയമായിരിക്കും. അതായത് അപ്പോൾ ഓർക്കണം, 2 കപ്പ്, ഈ കാർഡിനകത്ത് 2 കപ്പ് ഇപ്പോഴും പുറകിൽ ഫില്ലായിട്ടിരിപ്പുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ളതിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്ററാക്കാൻ പറ്റും. പക്ഷേ ഒരു ഇമോഷണലായിട്ട് കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരു സമയമായിരിക്കും അത് എന്നാണ് കാർഡ് പറയുന്നത്. അടുത്തത് നമുക്ക് മൂന്നാമത്തെ ആഴ്ചയിലെ എനർജി നോക്കാം. ഓക്കെ, 9 ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് 9 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആങ്സൈറ്റി കൂടുതലായിരിക്കും. ആങ്സൈറ്റി ഓവർ തിങ്കിങ് ഒക്കെ കുറച്ച് പ്രശ്നമാണ്. അതായത് റിയലായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷെ നിങ്ങളത് ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങൾ കുറച്ചധികമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ആങ്സൈറ്റി, ഓവർ തിങ്കിങ്ങിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ ആഴ്ചയിൽ. അതായത് മെയിനായിട്ട് പറഞ്ഞിപ്പം ഇതിനകത്ത് കുറേയധികം സോർട്സാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, ചിന്തകളിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ടും കാണിക്കുന്നത്. ഈ തോട്ട്സിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് മെയിനായിട്ടും ഇതിനകത്ത് വരുന്നത്. കാരണം നമുക്ക് കിട്ടിയത് ആദ്യത്തെ കാർഡ് 5 ഓഫ് സോർട്സ് ആണ്, ഇപ്പോൾ കിട്ടുന്നത് 9 ഓഫ് സോർട്സ് ആണ് അല്ലേ. രണ്ടാമത്തെ എനർജി, കറണ്ട് എനർജി നോക്കിയപ്പോഴും നമുക്ക് 6 ഓഫ് സോർട്സ് ആണ് കിട്ടിയത്. അപ്പോൾ സോർട്സ് ആണ് കൂടുതലായിട്ട് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയും 3 ആഴ്ചയിലും കഴിഞ്ഞ് നമുക്കിനി മെയിനായിട്ട് നിങ്ങളുടെ ബ്ലോക്കായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് നോക്കാം. ഈ 21 ദിവസം പ്രധാന തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇത് ഡെവിളാണ് വന്നിരിക്കുന്നത്. ഡെവിൾ പറയുന്നത് നിങ്ങൾക്ക് ചില തരത്തിലുള്ള അഡിക്ഷൻസ്, ചില തോട്ട്സ് ആയിരിക്കാം, ചില ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം, അത്തരം അഡിക്ഷൻസ്, ചില ടോക്സിക് പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളുടെ മെയിനായിട്ടും ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ മെയിൻ ബ്ലോക്ക്. ഈ 21 ദിവസത്തെ പ്രധാന തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. നമ്മളിങ്ങനെ ഒരു കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നത്, ഞാൻ ശരിയാണെന്നുള്ള ചിന്ത തോന്നുന്നത്, നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്, സ്റ്റക്കായി നിൽക്കുന്നത്, ഇമോഷണലി ഒറ്റപ്പെടുന്നത് ഒക്കെ ഈ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണല്ലോ. അപ്പോൾ മെയിൻ ബ്ലോക്കായിട്ട് നിൽക്കുന്ന കാർഡ് നമുക്ക് വന്നത് ഡെവിളാണ്. അപ്പോൾ അത് മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് അഡ്വൈസ് നോക്കാം, എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാമെന്ന അഡ്വൈസ് ഈ 21 ദിവസം എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. ഇത് സ്ട്രെങ്ത്താണ് കാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ
ഒരു പേഷ്യൻസ് കാണിക്കണം. നിങ്ങൾക്കൊരു ദേഷ്യം ഒക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. ഇമോഷണൽസ് ഒന്ന് കൺട്രോൾ ചെയ്യണം. നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻസ് വേണം. ദേഷ്യം ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യണം. അതാണ് നിങ്ങൾക്കുള്ള ഉപദേശം. ഫൈനൽ ഔട്ട്കം എന്താണെന്ന് നോക്കാം. ഫൈനൽ ഔട്ട്കം നൈറ്റ് ഓഫ് സോഡ്സ് ആണ് ഫൈനൽ ഔട്ട്കം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു പെട്ടെന്നൊരു ആക്ഷൻ ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് മൂവ് ചെയ്യും. ഒരു ഫാസ്റ്റ് ഡിസിഷൻ എടുക്കും. ഒരു ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും. അപ്പോൾ 21 ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജേർണിയിൽ കൺഫ്യൂഷനിൽ തുടങ്ങിയിട്ട് അവസാനം ഒരു ഡിസിഷനിലേക്ക് എത്തും. ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് എത്തും. അതായത് നിങ്ങളുടെ ഈ 21 ദിവസം ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും വാക്കുതർക്കം തെറ്റിദ്ധാരണയൊക്കെയാണ്. ഇതൊക്കെ മനസ്സുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം മനസ്സിലാക്കണം, മനസ്സിന് നിങ്ങളെ തളർത്താനും പറ്റും, പക്ഷേ അതേ മനസ്സിന് തന്നെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലേക്ക് മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യുക. പക്ഷേ ഇതിൽ കൂടെയൊക്കെ ഗോ ത്രൂ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകളെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്കിത് പൈൽ 1 ആണ് എടുത്തതെങ്കിൽ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസനേറ്റ് ആയോ എന്നുള്ള കാര്യവും, എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റിലൂടെ അറിയിക്കുക. യൂണിവേഴ്സിന് നന്ദി പറയാം. പൈൽ 2 എടുത്തവർക്കുള്ള റീഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അടുത്ത 21 ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? പൈൽ 2 മെയിനായിട്ടുള്ള നിങ്ങളുടെ എനർജി 21 ദിവസം നിങ്ങൾ ഒരു പ്രധാന എനർജിയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നതെന്ന് നോക്കാം. 9 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആങ്സൈറ്റി ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് കുറച്ച് ഓവർ തിങ്കിങ് ഉണ്ട്, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ചിന്തകളുണ്ട്. നിങ്ങൾ പുറത്ത് നോർമലായിട്ടൊക്കെ തോന്നും. നിങ്ങൾ പുറത്തു നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ നോർമലാണ്, ഓക്കെ ആണെന്ന് തോന്നും. പക്ഷേ ഉള്ളിൽ വലിയൊരു ഇമോഷണൽ പ്രഷറുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഒരു വലിയ ടെൻഷനും ഓവർ തിങ്കിങ്ങും ഒരു കുറ്റബോധവും ഒക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. കറണ്ട് എനർജി നോക്കുമ്പോൾ അത് ഡെവിളാണ് വന്നിരിക്കുന്നത്. ഡെവിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു വ്യക്തിയോടുള്ള അറ്റാച്ച്മെൻ്റ് ആകാം, ചില സ്വഭാവങ്ങളോടുള്ള ചില ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് ആകാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഡെവിൾ എനർജി പറയുന്നത്. അതായത് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുമോ, ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ഒരു ടോക്സിക് പാറ്റേൺ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താണ്, നിങ്ങളുടെ മുന്നിലുണ്ടായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം എന്താണ് നമ്മൾ നോക്കാം. നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു വിഷൻ ഇല്ലയെന്ന് തോന്നാം. പക്ഷെ നിങ്ങളുടെ പാഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം എന്നുള്ള അർജമുണ്ട്. നിങ്ങൾക്കത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു അർജമുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കണം, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അടുത്തത് നമുക്ക് നിങ്ങളുടെ ആദ്യത്തെ ആഴ്ചയിലെ 21 ദിവസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ 7 ദിവസത്തെ എനർജി എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് ലവേഴ്സ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ലവേഴ്സ് എന്ന കാർഡ് ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ പോയേക്കാം. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു ഡിസിഷനിലേക്ക് പോയേക്കാം. ഒരു സംസാരം, ഒരു സത്യസന്ധമായ അല്ലെങ്കിൽ തുറന്നുള്ളൊരു കോൺവെർസേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതൊരു ഡിസിഷൻ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി കിട്ടും. നിങ്ങളുടെ മനസ്സും ഹൃദയവും തമ്മിലുള്ള ആ യുദ്ധമുണ്ടല്ലോ, അതിൽ നിങ്ങളൊരു ഡിസിഷനിലേക്ക് പോകും. രണ്ടാമത്തെ ആഴ്ചയിൽ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ആഴ്ചയിൽ
എയ്റ്റ് ഓഫ് വോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എയ്റ്റ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ കാര്യങ്ങൾ മൂവ് ആകും. അപ്പോൾ നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്, അത് കുറച്ചുകൂടെ സ്പീഡിൽ മൂവ് ആവും. നിങ്ങൾക്കൊരു ഡിലേ ഉണ്ടായിരുന്നില്ല, ഓവറോൾ ഉണ്ടായിരുന്ന ഒരു ഡിലേ നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത യാത്രകൾ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത മീറ്റിംഗ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത മെസ്സേജൊക്കെ കിട്ടിത്തുടങ്ങും. കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റായി തുടങ്ങും. രണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ എയ്റ്റ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ അതൊരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്ന ഒരു ഡിലേ സെക്കൻഡ് വീക്കിൽ മാറി കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. തേർഡ് വീക്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് വീക്കിൽ എനർജി, അതായത് ലാസ്റ്റ് 21 ഡേയ്സ് വരെയുള്ള എനർജി എന്താണെന്ന് നോക്കാം. തേർഡ് വീക്ക് എനർജി, ഇത് സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഹീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടും. നിങ്ങൾക്ക് പ്രതീക്ഷകളൊക്കെ തിരിച്ചു വരുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് കാമാകും. നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പ്രതീക്ഷ തരുവാണ്. ഒന്നിൻ്റെയും ഒരു അവസാനമല്ല, ഇത് ജസ്റ്റ് ഒരു ഒരു കറക്ഷൻ മാത്രമാണെന്നുള്ളൊരു റീഅഷ്വറൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമായിരിക്കും ലാസ്റ്റ് തേർഡ് വീക്ക്, അതായത് ലാസ്റ്റ് 21 ദിവസങ്ങളിലെ അവസാന ദിവസങ്ങളെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മെയിൻ ബ്ലോക്കായിട്ട് നിൽക്കുന്നത് എന്താണ്? ഈ 21 ദിവസം നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ ഓഫ് വാൻസ് ആണ്. ഫോർ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു പേടിയുണ്ട്. അതായത് പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഫാമിലി എന്ത് പറയും, അല്ലെങ്കിൽ പബ്ലിക് എന്ത് വിചാരിക്കും, നിങ്ങൾക്കൊരു ഇമേജ് പ്രശ്നമുണ്ട്. അതാണ് നിങ്ങളുടെ ബ്ലോക്കായിട്ട്. നിങ്ങൾക്ക് ബേസിക്കലി പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സുഖകരമായ അവസ്ഥയിൽ നിന്നൊന്ന് വിട്ട് പുറത്തേക്ക് വരാനുള്ള ഒരു പ്രശ്നം, അതാണ് നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. ഇനി എന്താണ് യൂണിവേഴ്സ് അഡ്വൈസ് തരുന്നത്? ഏഴാമത്തെ കാർഡാണ്. എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ, ഈ 21 ഡേയ്സിൽ തരുന്നതെന്ന് നോക്കാം. സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, പക്ഷേ പെട്ടെന്നൊരു റിസൾട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല. പെട്ടെന്നുള്ളൊരു റിസൾട്ടിലേക്ക് പോകത്തില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തണം. കുറച്ച് ക്ഷമ വേണം. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടൊന്നും വേസ്റ്റായി പോകത്തില്ല. നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഫലം കിട്ടും, പക്ഷേ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാനായിട്ട് താമസം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ 21 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേസ്റ്റായി പോകുന്ന ഒരു ടൈമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു റിസൾട്ട് കിട്ടും, പക്ഷേ ക്ഷമയോടെ വേണം കാത്തിരിക്കാൻ. ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടുന്ന എനർജി അല്ല. പതുക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങും. ഓക്കെ, ഇതാണ് യൂണിവേഴ്സ് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്. നിങ്ങളുടെ അഡ്വൈസ് അതാണ്. അടുത്തത് ഫൈനൽ എന്താണ് ഔട്ട്കം, ഈ മാസത്തിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കാം. 21 ഡേയ്സിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നോക്കാം. 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മെച്യൂരിറ്റി ഉണ്ടാകും. നിങ്ങൾക്ക് മാനസികമായിട്ട് ഇമോഷണലായിട്ടൊക്കെ ഒരു മെച്യൂരിറ്റി ഉണ്ടാകും. പഴയ വിഷയങ്ങൾ, പഴയ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ പതുക്കെ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ വിട്ടിട്ട് നിങ്ങൾ പോവും. നിങ്ങളൊന്ന് മാറി നിൽക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഇമോഷണലായിട്ടുള്ളൊരു മെച്യൂരിറ്റി കിട്ടും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാകും. നിങ്ങളൊന്നുകൂടി ഒന്ന് പോളിഷ്ഡ് ആവും. നിങ്ങളൊരു ബെറ്റർ വെർഷൻ ആവും. 21 ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ വെർഷൻ ആവാൻ പറ്റും. ഇമോഷണലായിട്ടൊരു മെച്യൂരിറ്റിയിലേക്ക് എത്താൻ പറ്റും. നമ്മൾ പേടിയിലാണ് ഈ ഒരു 21 ഡേയ്സ് തുടങ്ങിയത്. സെക്കൻഡ് പൈൽ 2 സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ഫിയറിൽ നിന്നാണ് തുടങ്ങുന്നത്. ആങ്സൈറ്റി ഫിയറിൽ നിന്നാണ് തുടങ്ങുന്നത്. ക്ലാരിറ്റിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു യാത്രയാണ് 21 ദിവസത്തെ ഒരു ജേണി എന്ന് പറയുമ്പോൾ. നല്ലൊരു ജേണിയാണ്. ഹീലിംഗ് കിട്ടുന്നുണ്ട്. അതിനിടയ്ക്ക് കംഫർട്ട് സോൺ വിടാനുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു പഴയ ഇമോഷൻ പാറ്റേണൊക്കെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെച്യൂറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കാനും ഒക്കെ പറ്റും. നിങ്ങളെങ്ങും സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. പതുക്കെ അതായത് പേടിയിൽ നിന്ന് ഒരു ഡിസിഷൻ, ഒരു ഹീലിംഗ്, അങ്ങനെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്ര നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് അങ്ങനെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് വളരെ നല്ലൊരു മാസമായിരിക്കും. കാരണം നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന ഒരു 21 ദിവസമായിരിക്കും ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആയോ എന്നുള്ളത് മെസ്സേജിലൂടെ അറിയിക്കുക. പൈൽ 1ഉം പൈൽ 2ഉം നിങ്ങൾക്ക് റെസനേറ്റ് ആയി, ഏതാണ് റെസനേറ്റ് ആയത് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക.
അപ്പോൾ യൂണിവേഴ്സിന് നന്ദി പറയുന്നു. ഗൈഡൻസ് പറയാനായിട്ട് എനിക്കൊരു അവസരം തന്നതിനും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് അവസരം തന്നതിനുമൊക്കെ യൂണിവേഴ്സിന് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാം സ്നേഹത്തിനും സപ്പോർട്ടിനും ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഡയറക്റ്റ് കോൾ ചെയ്യണം എന്നില്ല, വാട്സപ്പ് ചെയ്താൽ മതി, തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് മീ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.